നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിതം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന നിയമങ്ങൾ ലോകത്തിൽ കൂടി വരികയാണെന്നാണ് എഴുത്തുകാരനും യുഎന്നിലെ ദുരന്ത നിവാരണ വിഭാഗം തലവനുമായ മുരളി തുമ്മാരുകൂടി ഇപ്പോൾ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വിറ്റ്സർലാൻഡിലേതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ആധുനികവും സൗകര്യപ്രദവുമായ നിയമമെന്നും തുമ്മാരുകൂടി വിശദമാക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റാണ് പങ്കുവച്ചിട്ടുള്ളത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വരികൾ ഇപ്രകാരമാണ്: മരണപേടകത്തിന്റെ ഉദ്ഘാടനം. ജീവിതം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന നിയമങ്ങൾ ലോകത്തിൽ കൂടി വരികയാണ്. ഇക്കാര്യത്തിൽ ഏറ്റവും ആധുനികവും സൗകര്യപ്രദവുമായ നിയമം സ്വിറ്റ്സർലാൻഡിന്റേതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടേക്ക് എത്തുന്നു. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ഒരു മരുന്നിന്റെയും ഒരു ഡോക്ടറുടെയും ആവശ്യമുണ്ട്. ഇവ രണ്ടും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അറ്റ് എക്സിറ്റ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനം മരണപേടകം ഡിസൈൻ ചെയ്തത്. ഇതിനകത്ത് കയറുക, കവർ ലോക്ക് ചെയ്യുക, ഒരു സ്വിച്ച് അമർത്തുക. 30 സെക്കൻഡ് കൊണ്ട് പേടകത്തിൽ നൈട്രജൻ നിറയും. വായുവിലെ ഓക്സിജന്റെ അളവ് 21% നിന്ന് 1% താഴെ പോകും. ശേഷം ചിന്തിയും. സാങ്കേതിക വിദ്യകളുടെ പുരോഗതി ഈ നൂറ്റാണ്ടിൽ തന്നെ കാലനില്ലാത്ത കാലം കൊണ്ടുവരുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതിൽ അദ്ദേഹം ഞാൻ ഉൾപ്പെടെ എന്ന് ബ്രാക്കറ്റിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ജീവിക്കണോ മരിക്കണോ എന്ന തീരുമാനം നാം സ്വയം എടുക്കേണ്ടി വരും. അതിനു മുൻപ് തന്നെ മരിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് സമാധാനവും സൗകര്യപ്രദവും വേദനാരഹിതവുമായ രീതിയിൽ മരിക്കുവാനുള്ള നിയമ സംവിധാനം, മരണയന്ത്രങ്ങളും വരണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല, റിട്ടയർമെന്റ് കാലത്തെ ഒരു പ്രൊജക്ട് ഇതാണ്. ഈ വിഷയത്തിൽ അല്പം ഗവേഷണം ചെയ്യാൻ താല്പര്യമുള്ള നിയമ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് ആ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയാവുകയാണ്. ആ പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ അതിനെ ആ ഒരു പ്രൊജക്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രതികൂലിച്ചുകൊണ്ടെല്ലാം കമന്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ചില കമന്റുകൾ വായിക്കാം. നല്ല വൃദ്ധസദനങ്ങളിലെല്ലാം പണമുള്ളവർക്ക് മാത്രം പ്രാപ്യമാകുന്ന ഈ ഒരു കാലത്ത് ദയാവധം ഒരു നല്ല തെരഞ്ഞെടുപ്പും പ്രായോഗികവും ആധുനികവുമാണ്. സംഭവം കൊള്ളാം, പക്ഷേ സ്വയം മരിക്കുമ്പോൾ മരണവേദന ഒഴിവാക്കി ഉറങ്ങുന്ന ലാഘവത്തോടെ അല്ലേ അത് വേണ്ടത്? നൈട്രജൻ നിറച്ചാൽ ശ്വാസം മുട്ടി മരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ലേ? നല്ലൊരു ബിസിനസ് മോഡലാണ്. നന്നായി മാർക്കറ്റ് ചെയ്ത് ആളുകളെ ആകർഷിച്ചാൽ വിജയിക്കും. പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ അതോ ഗൂഢാലോചനയോട് കൂടെയുള്ള കൊലപാതകം കൂടി വരുമോ എന്നത് മാത്രമാണ് നോക്കേണ്ടത്. രണ്ടായാലും ജാതിയും മതവും ഒക്കെ നോക്കി വെവ്വേറെ വേണ്ടി വരും. പഴയ നന്നങ്ങാടി മോഡൽ ഡിസൈൻ പൊളിക്കും തുടങ്ങിയ കമന്റുകളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതായാലും ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ചിന്ത എന്തായാലും അതൊരു പ്രായോഗികമല്ല. കാരണം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ദയാവധത്തിന് അനുകൂലമായൊരു വിധി തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. അസുഖം മൂലം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാവാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ രോഗികൾക്ക് മുൻകൂട്ടി ദയാവധത്തിനുള്ള സമ്മതപത്രം എഴുതി വെക്കാം. ഈ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് പരിശോധന നടത്തി രോഗിക്ക് ദയാവധം അനുവദിക്കും. നമ്മുടെ രാജ്യത്തൊന്നും ഇത്തരമൊരു കൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല.